ഹായ് ഗായ്സ്, പിന്നെ ഇന്ന് വോണ്ടൻസിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. റെസിപ്പി ഏകദേശം മോമോസ് പോലെ തന്നെ, പക്ഷേ ഇത് രണ്ടും ഡിഫറെൻ്റാണ്. രണ്ട് റെസിപ്പി. ഇതിൻ്റെ ഒറിജിൻ പിന്നെ ഫോൾഡിങ് റാപ്പിംഗ് എല്ലാം ഡിഫറെൻറ്റ് രണ്ടിൻ്റെയും. അപ്പോൾ ഫസ്റ്റ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ എടുത്തിട്ട് മിക്സറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ നല്ലോണം അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വേണ്ടത്ര ഉപ്പിടുക. എന്നിട്ട് 2 പച്ചമുളക് അരിഞ്ഞിട്ടിടാം. പിന്നെ സോയാ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, റെഡ് ചില്ലി സോസ് എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ, വിനീഗർ 1 ടീസ്പൂൺ, പിന്നെ സ്പ്രിംഗ് ഓണിയൻ 1 ടേബിൾ സ്പൂൺ. സ്പ്രിംഗ് ഓണിയനാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം ഇതാക്കിയിട്ട് നല്ല പങ്ങല മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനത്തെ ഒരു സ്പാച്ചിൽ വെച്ച് അല്ലെങ്കിൽ കയ്യിൽ തന്നെ പങ്ങല മിക്സ് ചെയ്താൽ മതി. പിന്നെ 1 കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് പിന്നെ വേണ്ടത്ര ഉപ്പ് ഇടാം. എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കണം. ഒന്ന് ആ ഉപ്പെല്ലാം ഫുള്ള് സ്പ്രെഡ് ആകുന്ന പോലെ വെക്കണം. ഒരു മുട്ട പൊട്ടിച്ചിടാം. പിന്നെ ഒന്നുകൂടി മിക്സ് ആക്കാം. പിന്നെ വെള്ളം കുറച്ചാക്കിയിട്ട് ഒഴിക്കണം അതിലേക്ക്. നമുക്ക് ചപ്പാത്തി അല്ലെങ്കിൽ പൂരിൻ്റെ എല്ലാം ചെയ്യുന്നില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു ഡൗ ആണ് നമുക്ക് ഇതിൽക്കും വേണ്ടിയത്. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ചുകൂടി മൈദയിൽ നമ്മൾ ചപ്പാത്തിക്കെല്ലാം ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മൈദ മുകളിലും താഴായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. കയ്യിൽ നിന്ന് എത്ര തിന്നാക്കിയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. കാരണം ഇത് വോണ്ടൻസിന് തിൻ ഷീറ്റാണ് നമുക്ക് വേണ്ടിയത്. മോമോസിനെങ്കിൽ നമ്മൾ കുറച്ച് കട്ടിയാക്കിയിട്ടാണ് ഇതിൻ്റെ ഷീറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ റാപ്പ് ചെയ്യുന്നത്. പക്ഷേ വോണ്ടൻസ് ആയതുകൊണ്ട് തിന്നാക്കിയിട്ടാണ് നമുക്ക് വണ്ടിയിൽ കാണിക്കുന്ന പോലെ. പിന്നെ ഒരു കണ്ടെയ്നറിൻ്റെ മൂടി എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഷേപ്പാക്കി എടുക്കുക. കട്ടാക്കിയത് റൗണ്ടെങ്കിലും ഇനി എടുക്കുമ്പോൾ വെലിഞ്ഞിട്ട് ഇതിങ്ങനെ ആയി ഷേപ്പ്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ടേസ്റ്റാണ് മെയിൻ. കാണാൻ ഏകദേശം ഇട്ടായാലും മതി. പിന്നെ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ കുറച്ച് ഉണ്ടാക്കിയ ഫില്ലിങ്സ് എടുത്തിട്ട് ഇതിൽ കാണിക്കുന്ന പോലത്തെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. ഇതാണ് വോണ്ടൻസിൻ്റെ ഷേപ്പ്. ഇങ്ങനെ അല്ലെങ്കിൽ മറ്റേ മോമോസിൻ്റെ പോലെ ഷേപ്പല്ല, ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് വോണ്ടൻസിന് വരുന്നത്. അങ്ങനെ എല്ലാ ഷീറ്റും അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നല്ല ചൂടായ എണ്ണയ്ക്ക് ഇതിടുന്നത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ പാം ഓയിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ സ്മെല്ലില്ലാത്ത ഓയിലിലേക്ക് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഇതും അങ്ങനെ മറിച്ചിട്ട് ചെയ്യണം. ഫ്രൈ ചെയ്തിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ കാണിക്കുന്ന പോലത്തെ ഈ ഒരു കളർ ആകുമ്പോൾക്ക് ഇതിനെ മാറ്റിയെടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇത് ചിക്കൻ തന്നെയല്ലേ ഇതിൻ്റെ ഉള്ളിലുള്ളത്, അപ്പോൾ നല്ല ടേസ്റ്റും കുഞ്ഞു ബൈറ്റ്സാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇഫ്താറിന് ഉണ്ടാക്കി നോക്കും.